3 തവണ ചിറ്റയം ഗോപകുമാർ ജയിച്ച അടൂർ മണ്ഡലത്തിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന പ്രജി കണ്ണൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വലിയ വിജയമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും ഇടതുമുന്നണിയും. തെരഞ്ഞെടുപ്പിൽ വികസനമാകും ചർച്ചയാകുക എന്ന് പ്രജി കണ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആ റിപ്പോർട്ട് കാണാം. മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രജി കണ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്തെത്തി അവർ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തോന്നുന്നത്? ഔദ്യോഗിക പ്രചരണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇന്ന് രാവിലെ തന്നെ തൊഴിലുറപ്പ് കേന്ദ്രങ്ങളാണ് സന്ദർശിച്ചത്. തീർച്ചയായിട്ടും എല്ലായിടത്തു നിന്നും നല്ല പ്രതികരണം തന്നെയാണ് കിട്ടുന്നത്. എന്നാലും അവരുടെ ആശങ്കകളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അത് നമുക്ക് കഴിയുന്ന തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള മറുപടിയാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ആശങ്കകൾ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും എന്ന് കരുതുന്നവരോട് മാത്രമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് അത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് എടുക്കുന്നു. എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെ പെരുമാറുന്നു. 3 തവണ ചിറ്റയം ഗോപകുമാർ സാർ ഒരു മുതിർന്ന നേതാവ് ജയിച്ചു വന്ന ഒരു മണ്ഡലം, അവിടെ ഒരു യുവ സ്ഥാനാർത്ഥി എത്തുമ്പോൾ അതിന്റെ ഒരു മാറ്റം പ്രകടമാകുന്നു. യുവതി എന്നുള്ള തരത്തിൽ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്. ചിറ്റയം ഗോപകുമാറിനെ പോലെ ഒരു മുതിർന്ന MLA ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം അത്തരത്തിൽ അതിൻ്റെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ളൊരു പേടിയെന്നല്ല, ഒരാശങ്കയുണ്ടോ? ഒരു വലിയ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ള? ഇല്ല, ജില്ലാ പഞ്ചായത്തിൽ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് നെടുമ്പന ഡിവിഷനിൽ നിന്നുള്ള മെമ്പറായിരുന്നു 2020-25 കാലഘട്ടത്തിൽ. ഇവിടെ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. പക്ഷേ ആശങ്കകളില്ല, കാരണം വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ വികസനമായതുകൊണ്ട് ഇടതുപക്ഷത്തിന് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളില്ല. പ്രധാനമായും പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ചർച്ചാ വിഷയമാകും. അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമവശത്തിന് കീഴിലാണ്. നിയമപരമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അതിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ബാധിക്കില്ല. കാരണം ഇവിടെ വികസനമാണ് വിഷയം, ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് വിഷയം. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാവിധ വിജയാശംസകളും. അപ്പോൾ പ്രജി കണ്ണൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് തൊഴിലുറപ്പ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. വലിയ വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ഇടത് മുന്നണിയുടെയും പ്രതീക്ഷ. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.